നടന്മാർക്കെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. DIG അജിത ബീഗം, AIG G പൂങ്കുഴലി എന്നിവരുടെ നേതൃത്വത്തിലാണ് ആലുവയിലെ ഫ്ളാറ്റിലെത്തി മൊഴി രേഖപ്പെടുത്തുന്നത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്ന് DIG അജിത ബീഗം പറഞ്ഞു. നടൻ മുകേഷും ജയസൂര്യയും അടക്കം 7 പേർക്കെതിരെയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നടി പരാതി നൽകിയിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ഇപ്പോഴും മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഈ മൊഴിയെടുക്കൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10:30 ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ആലുവയിലുള്ള നടിയുടെ ഫ്ളാറ്റിലെത്തുകയും മൊഴിയെടുക്കൽ ആരംഭിക്കുകയും ചെയ്തത്. പ്രധാനമായിട്ടും 7 പരാതികളാണ്, 7 നടന്മാർക്കെതിരായിട്ടുള്ള പരാതികളാണ് ഈ നടി നൽകിയിരുന്നത്. നേരത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ നടൻ ജയസൂര്യ, ഒപ്പം തന്നെ മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവിള ബാബു എന്നിവരടക്കമുള്ള 7 പേർക്കെതിരായിട്ട് പരാതി നൽകിയിരുന്നു. ഈ പരാതികളെല്ലാം തന്നെ പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കാര്യങ്ങളിൽ, അതായത് 7 പരാതികളും പ്രത്യേകമായി തന്നെ അന്വേഷിക്കുന്നതും ഇതിൽ മൊഴികൾ രേഖപ്പെടുത്തുന്നതും കൊണ്ട് തന്നെയാണ് ഇത്രയധികം സമയം വേണ്ടി വരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ കമ്മീഷണർക്ക് നൽകിയിട്ടുള്ള 7 പരാതികളും അതാത് ലോക്കൽ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തും എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉള്ള AIG G പൂങ്കുഴലി, ഒപ്പം തന്നെ DIG അജിത ബീഗം അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മൊഴിയെടുക്കൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ നടി നൽകിയിട്ടുള്ളത് ജയസൂര്യ 2008 സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടുള്ള ഒരു ഷൂട്ടിങ്ങിനിടയിലും, ഒപ്പം തന്നെ ഇടവേള ബാബു തൻ അമ്മയുടെ അംഗത്വവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്തും മുകേഷ് തന്നെ ഫോണിലും അല്ലാതെ നേരിട്ടുമായിട്ട് ലൈംഗിക ചോയോടുകൂടി സംസാരിച്ചു എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പരാതി നൽകിയത്. ഈ പരാതികളെല്ലാം തന്നെ ഇമെയിൽ വഴിയായിരുന്നു നൽകിയിരുന്നത്. ഏതായാലും നടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം വിശദമായ അന്വേഷണം നടത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നടന്മാരായ മുകേഷും ജയസൂര്യയും അടക്കം 7 പേർക്കെതിരെയാണ് ഈ ഒരു നടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു മൊഴിയെടുക്കൽ നടക്കുന്നത്. എന്നിരുന്നാൽ കൂടി നമുക്കറിയാം, നിരവധി ആരോപണങ്ങൾ ഇത്തരത്തിൽ അല്ലാതെയും ഒക്കെ ഉയർന്നു വരുന്നുണ്ട് സിനിമാ ലോകത്ത് നിന്നും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു മൊഴിയെടുക്കലിന് ശേഷം തന്നെ ഇനിയുള്ള അടുത്ത നീക്കമെന്ന് പറയുന്നത് വിശദമായ തെളിവെടുപ്പായിരിക്കില്ലേ? പ്രത്യേകിച്ചും നമുക്കറിയാം, നിരവധി ആരോപണങ്ങളോട് ഈ നടന്മാരടക്കം പ്രതികരിച്ചത് ഇത് വ്യാജ ആരോപണങ്ങളാണ്, ഇതിന് തെളിവുകളില്ല. എന്നിരുന്നാൽ കൂടി നടി ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം ഇത് കൃത്യമായി നടന്നതാണ്, തെളിവുകളുണ്ട് എന്നതടക്കമാണ്. അത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഘടകങ്ങളൊക്കെ തന്നെയും കൃത്യമായി പരിശോധിച്ചുകൊണ്ടായിരിക്കില്ല ഇനിയുള്ളൊരു അന്വേഷണം. അങ്ങനെയെങ്കിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ഈ ഒരു തെളിവുകൾ തന്നെയാണ്. നിർണായകമായ തെളിവുകൾ കൂടി ശേഖരിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ ഈ ഒരു മൊഴിയെടുപ്പിന് ശേഷം നീങ്ങുമെന്നല്ലേ അറിയാൻ സാധിക്കുക? തീർച്ചയായിട്ടും വിഷ്ണു, ഈ ഏമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ 18ഓളം പരാതികളാണ് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 7 പരാതികളും ഈ നടി തന്നെ നൽകിയിട്ടുള്ളതാണ്. പിന്നീട് നടി ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ കുറ്റാരോപിതരായിട്ടുള്ള നടന്മാർ തന്നെ ഇത് കെട്ടിച്ചമച്ചതാണ് എന്ന തരത്തിൽ എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തത്. മാത്രവുമല്ല, ചന്ദ്രശേഖർ, ഇതേപോലെ നടി ആരോപിച്ചിട്ടുള്ള മറ്റൊരു ആളാണ് ഈ പ്രതിയായിട്ടുള്ള മറ്റൊരാൾ. ഏതായാലും ചന്ദ്രശേഖരൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം, തനിക്കെതിരായിട്ടുള്ള പരാതി അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഏതായാലും വിശദമായി തന്നെ ഈ സംഭവത്തിൽ മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 പരാതിക്കും പ്രത്യേകമായി തന്നെ മൊഴികൾ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഏതായാലും അന്വേഷണ സംഘം മറ്റ് നടപടികളിലേക്ക് കടക്കുക. കൃത്യമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നേരത്തെ അന്വേഷണ സംഘവും വ്യക്തമാക്കിയിട്ടുള്ളത്. വിഷ്ണു.